ഒരിക്കൽ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധിയായ ഹുർമുസാൻ അമീറുൽ മുഅ്മിനീനെയും അന്വേഷിച്ച് മദീനയിലെത്തി. മദീനക്കാരോട് അദ്ദേഹം അമീറുൽ മുഅ്മിനീനെ അന്വേഷിച്ചു. പളപളപ്പുള്ള ആഡംബരപൂർണവുമായ വസ്ത്രം ധരിച്ച ഹുർമുസാനെ കണ്ട് മദീന നിവാസികൾ പലരും ഇത് കിസ്റയാണെന്ന് തെറ്റിദ്ധരിച്ചു. കാരണം മദീന നിവാസികൾ ഒരിക്കലും ആഡംബരത്തിന് പുറകെ പോയവരല്ല. അങ്ങനെ ഹുർമുസാനെയും കൂട്ടി അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോ ഉമർ തങ്ങളെ മക്കൾ പറഞ്ഞു, ഉപ്പ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ അവർ വീണ്ടും മദീന പള്ളിയിലേക്ക് നടന്നു. ഹുർമുസാന്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ പട്ടുവസ്ത്രം ധരിച്ച ആഡംബരപൂർണമായ വേഷധാരിയായ ഒരാളെ മദീനയിൽ അവർ ഇതുവരെ കണ്ടിട്ടില്ല. അവർ കണ്ടത് മുഴുവൻ തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഭരണാധികാരിയെയും അത്രത്തോളം തന്നെ സാധാരണക്കാരായ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹുർമുസാന്റെ കൂടെ ഏകദേശം മദീനയിൽ അപ്പോഴുള്ളവരെല്ലാം കൂടിയിരുന്നു. മദീന പള്ളിയിലെത്തിയ അവര് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെയും കാണാനാവാതെ നിരാശരായി. അത് പ്രിയപ്പെട്ട ഖലീഫയെ കാണാനാവാത്തത് മദീന നിവാസികളിൽ പലരിലും ഒരു അന്താളിപ്പുണ്ടാക്കി. ആ വാർത്ത ഒരു കാട്ടുതീ പോലെ പടരാനും മദീനാവാസികളിലെ പലരും ഖലീഫയെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തിരയാനും തുടങ്ങി. തിരഞ്ഞു അങ്ങനെ പോയതിനു ശേഷം അവര് ഒരു കള്ളിമുൾച്ചെടിക്ക് കീഴടന്നിറങ്ങുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. അങ്ങനെ 20ഓളം ഫിസിക്കൽ കിണ്ടം മടക്കി വരിക്കുകയും 24ഓളം പിന്നിയ കുപ്പായവും ധരിച്ച് ഒരു പരമദരിദ്രനെ പോലെ കള്ളിമുൾച്ചെടിക്ക് കീഴിൽ കിടന്നിറങ്ങുന്ന അമീറുൽ മുഅ്മിനീനെ കണ്ട് ഹുർമുസാൻ അപ്പൊ പറഞ്ഞു, അത്രേ ഉമറെ, ഇത്രത്തോളം പരമദരിദ്രനായി ഏതോ ഒരു കള്ളിമുൾച്ചെടിക്ക് കീഴിൽ കിടന്നിറങ്ങുന്ന അങ്ങയുടെ പേര് കേട്ടാലാണ് കിസ്റയും കൈസറുമെല്ലാം ഞെട്ടിയുറക്കുന്നത്. അതിനുശേഷം ഹുർമുസാൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. ലോകത്ത് ഒരു ഭരണാധികാരിക്കും ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത അത്ര സത്യസാക്ഷ്യത്തിന്റെ സാക്ഷ്യപത്രം. ഒരു പേർഷ്യനാണെങ്കിലും ഹുർമുസാൻ അപ്പ പറഞ്ഞു, തന്റെ ജനങ്ങൾക്കിടയിൽ ഭരണാധികാരിയായി ചുമതല എടുക്കുകയും ജനങ്ങൾക്കിടയിൽ സത്യസന്ധതയോടും നീതിപൂർവത്തോടും പെരുമാറുകയും ചെയ്തപ്പോൾ ഉമറെ, നിങ്ങൾക്ക് ഏത് തെരുവിലും എവിടെയും ഏത് മരത്തിന് കീഴിലും സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ പറ്റി. എന്റെ നാട്ടിലുള്ള ഭരണാധികാരികൾക്ക് തങ്ങളുടെ ദന്തഗോപുരങ്ങളിൽ നിന്നും ഇറങ്ങണമെങ്കിൽ 100 കണക്കിന് പാറാവുകാരുടെ അകമ്പടി വേണം. പലപ്പോഴും നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് പോകുന്നുണ്ട്. പല ദിവസങ്ങളായിട്ട് ഇത് തുടർന്നു. ഇത് ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാ പോലെയുള്ള പല സഹാബികളിലും പല സംശയം ഉണർത്തി. കാരണം എങ്ങോട്ടാണ് തങ്ങളുടെ ഖലീഫ പോകുന്നത്? ആരെ കാണാനാണ് ധൃതിപ്പെട്ട് ഖലീഫ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നും എണീറ്റ് പോകുന്നത്? ഇങ്ങനെ പലവിധ ചിന്തകളും സ്വഹാബാക്കൾക്കിടയിലുണ്ട്. അങ്ങനെ ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്ത് നടന്നു പോകാൻ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നടത്തത്തിന്റെ ഒരു 300-400 മീറ്റർ അകലെയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ പോയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുടിലിന് മുമ്പിലെത്തുന്നുണ്ട്. കുടിലിൽ പ്രവേശിച്ച് ഏകദേശം കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പുറത്തു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കുടിലിൽ നിന്ന് പോകുന്ന ഉടനെ അല്പസമയത്തിന് ശേഷം ത്വൽഹ റളിയല്ലാഹു അൻഹു ആ കുടിലിൽ പ്രവേശിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വയസ്സായ കണ്ണു കാണാത്ത ഒരു ഉമ്മയാണ് കാണാൻ കഴിഞ്ഞത്. ആ ഉമ്മയോടായി ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ഇവിടെ ഈ വന്നു പോകുന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്കറിയില്ല മോനെ. അദ്ദേഹം ഇവിടെ എന്തിനാണ് വരുന്നതെന്നും അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്യാറുള്ളതെന്നും കൂടി ത്വൽഹ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു. അപ്പൊ ഉമ്മ സന്തോഷത്തോടെ പറഞ്ഞു, മോനെ, എനിക്ക് കണ്ണ് കാണില്ല. അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ വരും, എന്നെ കുളിപ്പിക്കും, വൃത്തിയാക്കും, എന്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ സഹായിക്കും. അതിനുശേഷം എനിക്ക് ഭക്ഷണം തരും, എന്റെ വസ്ത്രം അലക്കും, അതും കഴിഞ്ഞ് എന്റെ ആടിന്റെ പാല് കറന്ന് അതെനിക്ക് കുടിക്കാൻ തരും. ഇങ്ങനെ എന്നെയും എന്റെ വീടും എല്ലാം ശുചിയാക്കി എനിക്ക് ഭക്ഷണം തന്നിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത്. എന്തായാലും അയാൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഈ മദീന ഭരിക്കുന്ന ഉമറിനേക്കാൾ എന്തുകൊണ്ടും അതിന് യോഗ്യൻ ഇവിടെ വന്നു പോകുന്ന ആ മനുഷ്യനാണ്. ഇങ്ങനെ ഉമ്മ പറഞ്ഞപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ കുറിച്ചിടുന്നുണ്ട്, തനിക്ക് ശേഷം വരുന്ന എല്ലാ ഭരണാധികാരികളെയും നീതിബോധം കൊണ്ട് ഉമറെ നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു.
ഒരിക്കലും നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഭരണാധികാരിക്കും നന്മ കൊണ്ട് ജയിക്കാൻ കഴിയാത്ത വിധം അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഉമറെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.